നമുക്കറിയാം ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബോൺസ് ബ്രേക്ക് ചെയ്യപ്പെടും, പുതിയതായിട്ട് ബോൺസ് ഫോം ചെയ്യപ്പെടും. അങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നത്. ഈ ബോണ്ട് ബ്രേക്കിംഗ് ഏതെല്ലാം രീതിയിൽ നടക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓർഗാനിക് റിയാക്ഷൻ നന്നായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് ബിലീവ് മീ, +2 ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള 4-5 ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നന്നായിട്ട് അറിഞ്ഞാലേ പറ്റുകയുള്ളൂ. സോ റെഡി ആയിട്ടിരുന്നോളൂ. ഒരു റിയാക്ഷനിലുള്ള ബോണ്ട് ബ്രേക്ക് ആവുന്നത് 2 രീതിയിലാണ്. എയ്തർ ഹോമോലിറ്റിക് ഫിഷൻ നടക്കാം, ഫിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ്, സോ ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്കിംഗ് നടക്കാം, ഓർ ഹെറ്ററോലിറ്റിക് ഫിഷൻ, ഹെറ്ററോലിറ്റിക് ആയിട്ടും ഫിഷൻ നടക്കാം, ബോണ്ട് ബ്രേക്കിംഗ് സംഭവിക്കാം. ആദ്യം നമുക്ക് ഹെറ്ററോലിറ്റിക് ഫിഷൻ എന്താണെന്ന് നോക്കാം. ഹെറ്ററോലിറ്റിക് ഫിഷൻ, ഹെറ്ററോലിറ്റിക് ഫിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആറ്റംസിന്റെ ഇടയിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മീഥേൻ എടുത്തു എന്ന് വിചാരിക്കുക. അവിടെ കാർബണും 4 ഹൈഡ്രജനും ഉണ്ട്, സോ 4 സിംഗിൾ ബോൺസ് അവിടെ ഉണ്ട്. പക്ഷേ കാർബണിനും ഹൈഡ്രജനും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്, അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്. അതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വലിയ വ്യത്യാസമില്ല. ആയതിനാൽ അവിടെ ഹെറ്ററോലിറ്റിക് ഫിഷൻ നടക്കുകയില്ല. സോ ഹെറ്ററോലിറ്റിക് ഫിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ കൺസേൺഡ് ആറ്റത്തിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവണം. ഇനി എന്താണ് ഹെറ്ററോലിറ്റിക് ഫിഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണ്. ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കും, അടുത്തൊരു ആറ്റവും ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കും. അങ്ങനെ 2 ഇലക്ട്രോൺസ് ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഹെറ്ററോലിറ്റിക് ഫിഷൻ നടക്കുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അതിലുള്ള 2 ഇലക്ട്രോൺസും ഒരു ആറ്റം എടുത്തുകൊണ്ട് പോവുകയാണ്. മറ്റേ ആൾക്ക് കൊടുക്കാതെ ഒരാൾ മാത്രമായിട്ട് 2 ഇലക്ട്രോണും എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതിനാണ് ഹെറ്ററോലിറ്റിക് ഫിഷൻ എന്ന് പറയുക. ഇതിൽ ആരാണ് ഇലക്ട്രോൺ എടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ആർക്കാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് ആ ആറ്റം ഇലക്ട്രോൺ എടുത്തുകൊണ്ട് പോകും. ഫോർ എക്സാമ്പിൾ, നമുക്ക് മീഥൈൽ ക്ലോറൈഡ് നോക്കാം. CH3Cl. ഇവിടെ 4 ബോൺസ് ഉണ്ട്. കാർബണും ഹൈഡ്രജനും ഇടയിൽ 3 ബോൺസ് ഉണ്ട്. കാർബണിന്റെയും ക്ലോറിനും ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്. ഇതിൽ കാർബണും ക്ലോറിനും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട്. കാർബണിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്, ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ ഒരു ബോണ്ട്, അതായത് 2 ഇലക്ട്രോൺസിനെയും ക്ലോറിൻ അങ്ങോട്ടൊക്കെ എടുക്കും. ആരോമാർക്ക് ശ്രദ്ധിച്ചോളൂ, ആരോമാർക്ക് ഞാൻ 2 ലൈൻ വരച്ചിട്ടുണ്ട്, ഹെഡ്സ് വരച്ചിട്ടുണ്ട്. ആ ഹെഡിൽ 2 ലൈൻസ് ഉണ്ട്, വിച്ച് മീൻസ് 2 ഇലക്ട്രോണും ആ ക്ലോറിൻ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ബോണ്ട് ബ്രേക്കായി. ബോണ്ട് ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ എന്തില്ല? ബോണ്ടില്ല. സോ നമുക്ക് 2നെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. CH3 വേറെ, Cl വേറെ. ഇതിൽ ആരാ ഇലക്ട്രോൺ എടുത്തത്? ക്ലോറിൻ. കാരണം ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. സോ ആരാണ് ഇലക്ട്രോൺ എടുത്തത് അയാൾക്കൊരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, ഇനി ആർക്കാണ് ഇലക്ട്രോൺ കിട്ടാതെ പോയത് അയാൾക്കൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. സോ CH3+ ആണ്. പക്ഷെ പ്ലസ് ചാർജ് ഞാൻ അവിടെ എഴുതിയാലും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ആ പ്ലസ് ആക്ച്വലി കാർബണിനാണ്. സോ നമ്മൾ അവിടെ അങ്ങനെ എഴുതിയാലും ആ പ്ലസ് ഹൈഡ്രജൻ എല്ലാം മറിച്ച് ആരുടെയാണ്? കാർബണിന്റെയാണ്. അത് അറിഞ്ഞു വെക്കുക. ഞാൻ ഇനി കാർബൺ മുകളിൽ തന്നെ എഴുതി കാണിക്കാം. സോ അപ്പുറത്തെ എഴുതിയാൽ അറിഞ്ഞുകൊള്ളുക, കാർബൺ തന്നെയാണ് പോസിറ്റീവ് ചാർജ്. സോ ക്ലോറിന് നെഗറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ കിട്ടി. ഇലക്ട്രോൺ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് പോസിറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോൺ കിട്ടിയില്ല. ഇതാണ് ഹെറ്ററോലിറ്റിക് ഫിഷൻ. ഇതേ തന്നെ റിവേഴ്സ് ആയിട്ടും നടക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, സ്റ്റെബിലിറ്റി. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിന് പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ. പോസിറ്റീവ് ആയിട്ടുള്ള കാർബൺ പറയുന്ന പേര് കാർബോകാറ്റയോൺ. കാറ്റയോൺ പോസിറ്റീവ് ചാർജ്, കാർബൺ. സോ കാർബോകാറ്റയോൺ. സോ കാർബോകാറ്റയോൺ തന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഈ കാർബോകാറ്റയോൺ ആക്ച്വൽ ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് മീഥൈൽ കാർബോകാറ്റയോൺ ആണിത്. കാരണം ഇവിടെ എത്ര കാർബൺ ആണുള്ളത്? ഒരു കാർബൺ. ഇതേ തന്നെ നമുക്ക് പ്രൈമറി കാർബോകാറ്റയോൺ, സെക്കൻഡറി കാർബോകാറ്റയോൺ, ടെർഷ്യറി കാർബോകാറ്റയോൺ, ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് കാർബോകാറ്റയൻസ് വരിക. ഈ മീഥൈലും കൂടി ചേർത്താൽ 4 രീതിയിലാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുത്ത മീഥൈൽ ക്ലോറൈഡ് നോർമലി കാർബൺ ബാലൻസ് എത്രയാണ്? 4 ആണ്. അപ്പൊ കാർബൺ കൂടെ 4 ആളുകളുണ്ട്. കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. സോ ഇവിടെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. പക്ഷെ കാർബോകാറ്റയൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബണിന്റെ കൂടെ 3 മെമ്പേഴ്സ് ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ചാലുള്ള അർത്ഥം, ഇവിടത്തെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ആൻഡ് sp3 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹിഡ്രൽ ആണ്. പക്ഷെ sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവിടത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലനാർ ആയിരിക്കും. സോ കാർബോകാറ്റയോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2,
അവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ടൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് നോക്കാം സ്റ്റെബിലിറ്റി. അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ ആളുകളെയും വരച്ചു തരാം. സോ മീഥൈൽ കാർബോക്കേറ്റൻ ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ട്. ഇത് നമ്മുടെ പ്രൈമറി കാർബോക്കേറ്റൻ. ഈ കാർബണിന്റെ കൂടെ ആരുണ്ട്? ഒരു കാർബൺ, പിന്നെ 2 ഹൈഡ്രജൻ, അങ്ങനെ 3 മെമ്പേഴ്സ് ഉണ്ട് പ്ലസ് ചാർജ്. അപ്പൊ ഒരു കാർബൺ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം? പ്രൈമറി കാർബോകാറ്റയോൺ. ഇത് നമ്മുടെ സെക്കൻഡറി കാർബോകാറ്റയോൺ. കാരണം ആ കാർബണിന്റെ കൂടെ 2 കാർബൺസ് ഉണ്ട്, പോരാത്തന്നെ ഒരു പോസിറ്റീവ് ചാർജും. സോ സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇനി ടെർഷ്യറി കാർബോകാറ്റയോൺ. ആ കാർബണിന്റെ കൂടെ 3 കാർബൺസ് എല്ലാം വിത്ത് പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ 4 ടൈപ്പ് നമുക്ക് വന്നു. കാർബോകാറ്റയോൺ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺ ഇല്ലാത്ത ആളാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഏതൊരു ആറ്റം എന്താവുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. നമ്മൾ ഒക്ടറ്റ് റൂൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാർബണിന്റെ കൂടെ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? വെറും 6 ഇലക്ട്രോൺസ്. കാരണം കാർബണിന്റെ കൂടെ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? 3 മെമ്പേഴ്സ്. ഒരു മെമ്പറിനൂടെ 2 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് ഒരു ബോണ്ട്. അതിനെ 3 മെമ്പേഴ്സിനൂടെ ടോട്ടലായിട്ട് 3 ബോണ്ട് 6 ഇലക്ട്രോൺ. സോ ഇവിടെ ഇലക്ട്രോൺ ഷോർട്ട് ആയിട്ടാണ് ആരുള്ളത്? ആ സെൻട്രലുള്ള ആ കാർബോകാറ്റയോൺ ആയിട്ടുള്ള ആ കാർബൺ ഉള്ളത്. അപ്പൊ ആ കാർബണിന് എന്ത് വേണം? ഇലക്ട്രോൺസ് വേണം. എന്നാൽ എന്ത് പറ്റുള്ളൂ? സ്റ്റേബിൾ ആവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റെബിലിറ്റി നോക്കാം. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണ് നിങ്ങളോട് ചോദിക്കുക. നന്നായിട്ട് അറിഞ്ഞോളൂ. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്ന ഗ്രൂപ്പ്സ്, ഓരോ ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ OH ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്, Cl ക്ലോറിൻ, ഹാലജൻസ് ഗ്രൂപ്പ്, ഇതേപോലെ മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സ് 2 രീതിയിലാണ് ബിഹേവ് ചെയ്യുക. ചില ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്, ഇലക്ട്രോൺ കൊടുക്കുന്ന ആളുകൾ. ചില ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വേടിക്കുന്ന ആളുകൾ. ഇവിടെ ക്ലോറിൻ ചെയ്തതുപോലെ. ക്ലോറിൻ എന്താ ചെയ്തത്? കാർബണിന്റെ കയ്യിലുള്ള ഇലക്ട്രോണും കൂടി വേടിച്ചിട്ടാണ് പോയത്. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്. ചില ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്, ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കാര്. ഇവിടെ കാർബൺ എന്ത് ചെയ്തു? കൊടുത്തു. അങ്ങനെയും നമുക്ക് പറയാം. സോ നമ്മൾ ഈ ഒരു ബേസിക് ഏരിയ വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റെബിലിറ്റി പറയാൻ പോകുന്നത്. ആ കാർബോകാറ്റയോന്റെ കൂടെ ഉള്ള ആള് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണോ എന്ന് നോക്കിയിട്ട് ഇവിടെ നോക്കിക്കോളൂ. ഈ കാർബോകാറ്റയോന്റെ കൂടെ ആരാ ഉള്ളത്? കാർബൺ. കാർബൺ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇതൊരു മീഥൈൽ ഗ്രൂപ്പ് ആണ് കൂടെ ഉള്ളത് അല്ലെ. മീഥൈൽ ഗ്രൂപ്പ്സ് ഒക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഈ മീഥൈൻ ഈ കാർബണിന് ഇലക്ട്രോൺ കൊടുക്കും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ഈ ഒരു കാർബൺ എന്ത് കൊടുക്കും? ഇലക്ട്രോൺ കൊടുക്കും. ഓൾറെഡി അയാൾ ഇലക്ട്രോൺ ഷോർട്ട് ആണ്. പക്ഷെ ഇങ്ങനെ ഇലക്ട്രോൺ തരുന്നത് കൊണ്ട് അതിന് സ്റ്റെബിലിറ്റി എന്താവും? പതിയെ സ്റ്റെബിലിറ്റി വരാൻ തുടങ്ങും. ഇനി തീർന്നിട്ടില്ല, ആരും കൂടി കൊടുക്കും? 2 ഹൈഡ്രജനും കൊടുക്കും. ഹൈഡ്രജനും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഈ ഒരു കാർബണിന് എവിടെ നിന്നൊക്കെ ഇലക്ട്രോൺസ് കിട്ടും? 2 ഹൈഡ്രജന്റെ കയ്യിൽ നിന്നും കിട്ടും, ഒരു കാർബണിന്റെ കയ്യിൽ നിന്നും കിട്ടും. ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ കൊടുക്കുന്നത് കാർബൺ ആയിരിക്കും. കാരണം കാർബൺ ഹൈഡ്രജനേക്കാളും ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അതേപോലെ നമുക്ക് സെക്കൻഡറിയിലോട്ട് വരാം. ഈ കാർബണിന് ആരൊക്കെ ഇലക്ട്രോൺസ് കൊടുക്കുമെന്ന് നോക്കിയാൽ ഇവിടെയുള്ള ഒരു കാർബണും ഇലക്ട്രോൺസ് കൊടുക്കും, ആ കാർബണും ഇലക്ട്രോൺ കൊടുക്കും, കൂടെയുള്ള ഹൈഡ്രജനും ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ അവിടെയും 3 സ്ഥലത്തിന് ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്. പക്ഷെ 2 കാർബണും 1 ഹൈഡ്രജനും. ഇവിടെ 1 കാർബണും 2 ഹൈഡ്രജനും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഇലക്ട്രോൺസ് കിട്ടുന്ന സ്ഥലം? തീർച്ചയായിട്ടും ഇവിടെയാണ്. കാരണം ഞാൻ പറഞ്ഞു കാർബൺ പറയുന്ന ആൾ ഹൈഡ്രജനേക്കാളും ഇലക്ട്രോൺ എന്ത് ചെയ്യും? കൊടുക്കും. ഇവിടെ 2 കാർബൺ ആ കാർബോകാറ്റയോൺ ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്. സോ ആ കാർബോകാറ്റയോണിന് ഒരുപാട് ഇലക്ട്രോൺസ് കിട്ടും. അപ്പൊ സ്റ്റെബിലിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ആവും കമ്പയറിംഗ് ടു ദിസ് primary carbocation, which means secondary carbocation has higher stability than a primary carbocation, and in the same way, in the same meaning, tertiary carbocation stability ഒന്നുകൂടി കൂടുതലാണ് comparing to both primary and secondary carbocation, because അവിടെ ആ കാർബണിന് ഇലക്ട്രോൺ കൊടുക്കുന്നത് ആരാണ്? 3 കാർബൺസ് ആണ്. ഓരോ കാർബണും ഇലക്ട്രോൺ കൊടുക്കുകയാണ്. അങ്ങനെ 3 കാർബൺസ് ആണ് ഇലക്ട്രോൺ കൊടുക്കുന്ന സ്റ്റെബിലിറ്റി കൂടും. അങ്ങനെ ടേഴ്ഷ്യറി കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. ആൻഡ് ഏറ്റവും മിനിമം പ്രൈമറിക്കല്ല, മീഥൈൽ കാർബോകാറ്റയോൺ. കാരണം ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്ന 3 പേരുമാരാണ്? ഹൈഡ്രജൻ മാത്രമാണ്. സോ പ്രൈമറി കാർബോകാറ്റയോണേക്കാളും സ്റ്റെബിലിറ്റി കുറവ് ആർക്കുണ്ട്? മീഥൈൽ കാർബോകാറ്റയോണുണ്ട്. സോ ഇതാണ് അവരുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ. ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ചോദിക്കാം, ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ ചോദിക്കാം. ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ ചോദിച്ചാൽ നമ്മൾ നേരെ റിവേഴ്സ് ആയിട്ട് എഴുതണം. കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിളും കൂടി നമ്മൾ മാറ്റണം. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു വേണം ചെയ്യുവാനായിട്ട്. അപ്പൊ ഇതാണ് കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി. പക്ഷെ തീർന്നിട്ടില്ല. ഇത്
ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന, അതായത് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഗ്രൂപ്പ് കൂടെ ഉള്ളത്. അതേ തന്നെ ഇലക്ട്രോൺ വിത്ത്ഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പാണ് കൂടെ ഉള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, നോക്കിക്കോളൂ. CH3+ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, Cl CH2+. ഓക്കെ, Cl CH Cl, then Cl C Cl Cl. ഈ 3 ഗ്രൂപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ കാർബൺ കൂടെ ഉള്ളത് ആരാണ്? ക്ലോറിൻ. ക്ലോറിൻ തന്നെ വേണമെന്നില്ല, ഇലക്ട്രോൺ വിത്ത്ഡ്രോ ചെയ്യുന്ന ഏത് ഗ്രൂപ്പ് ആയാലും ഓക്കെ. ഞാൻ ഓൾറെഡി വിത്ത്ഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന ക്ലോറിനെ പരിചയപ്പെടുത്തി, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആരോമാറ്റിക് റിംഗ് നിങ്ങൾക്ക് അറിയാലോ, ആരോമാറ്റിക് റിംഗിലും കാർബൺ തന്നെയാണ് ഉള്ളത്, പക്ഷേ അവർ ഇലക്ട്രോൺ വിത്ത്ഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഇവൻ ആൽക്കൈലിനെ പോലെ ഇലക്ട്രോൺ കൊടുക്കുന്നവരല്ല. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ കൊടുക്കും, പക്ഷെ അറൈൽ ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ വീടിക്കും. ആ ഒരു വ്യത്യാസം നന്നായിട്ട് അറിഞ്ഞു വെക്കുക. ഹൈബ്രിഡൈസേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. റെസൊണൻസ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. തൽക്കാലം ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ക്ലോറിൻ ഈ കാർബണിന്റെ കയ്യിൽ നിന്നും ഇലക്ട്രോൺ വീടിക്കാണ് ചെയ്യുക. ഈ 2 ഹൈഡ്രജൻ ആ കാർബണിന് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ആ ക്ലോറിൻ ഉള്ള ഇലക്ട്രോണും കൂടി വീടിക്കണം. ഓൾറെഡി ആ ആള് സ്റ്റെബിലിറ്റി കുറവായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയും കൂടി ഇലക്ട്രോൺ വീടിച്ചാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? ഒന്നുകൂടി ഡിക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ മീഥൈൽ കാർബോകാറ്റയോൺ അവിടെ ഉള്ള 3 പേരും ആരാണ്? ഹൈഡ്രജൻസ് ആണ്. ആ ഹൈഡ്രജൻസ് എന്ത് ചെയ്യും? കാർബണിന് ഇലക്ട്രോൺ കൊടുക്കും. അങ്ങനെ ആ കാർബണിന്റെ സ്റ്റെബിലിറ്റി എന്താവും? ഇൻക്രീസ് ആവും. സോ ബിറ്റ്വീൻ ദീസ് 2 കോമ്പൗണ്ട്സ് സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കായിരിക്കും? തീർച്ചയായിട്ടും മീഥൈൽ കാർബോകാറ്റയോണിനായിരിക്കും. കാരണം അവിടെ ഇലക്ട്രോൺ കാർബണിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് പോലെ ആരുമില്ല. പക്ഷെ പ്രൈമറിയിൽ ഇലക്ട്രോൺ മേടിക്കാനായിട്ട് ഒരു ക്ലോറിൻ ഉണ്ട്, ആൻഡ് സെക്കൻഡറിയിൽ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ 2 പേരും കൂടി ഉള്ള ഇലക്ട്രോണും കൂടി തിരിച്ചു മേടിക്കും. അപ്പൊ സ്റ്റെബിലിറ്റി ഒന്നുകൂടി ഡിക്രീസ് ആവും. ആൻഡ് അതിനേക്കാളും സ്റ്റെബിലിറ്റി കുറവായിരിക്കും എവിടെ? ടെർഷ്യറി കാർബോകാറ്റയോൺ. സോ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, മീഥൈൽ എന്ന പേര് വെച്ചിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റൂല. ആ കാർബോകാറ്റയോൺസിന്റെ കൂടെ ഏത് ആളാണുള്ളത്, ഏത് ഗ്രൂപ്പാണുള്ളത് എന്നൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണോ, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണോ? അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റിന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കാര്യം നന്നായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഇതാണ് കാർബോകാറ്റയോണിന്റെ ഫോർമേഷൻ ഡ്യൂറിങ് ഹെറ്ററോലിറ്റിക് ഫിഷൻ. ഇത് ഹെറ്ററോലിറ്റിക് ഫിഷൻ നടന്നാൽ കാർബാനിയോൺസ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് കാർബണിന്റെ കൂടെ ഉള്ള ആള് കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സോഡിയം. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ കാർബൺ ആണ് അവിടുന്ന് ഇലക്ട്രോൺ മേടിച്ചുകൊണ്ട് വരിക. അങ്ങനെയാണ് ആനയോൺ ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ സോഡിയത്തിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിന് കൂടുതലാണ്. അതുകൊണ്ട് കാർബൺ ഇലക്ട്രോൺസിന് മേടിക്കും, സോഡിയം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ മേടിച്ചത് മൂലം കാർബണിന് നെഗറ്റീവ് ചാർജ്, കൊടുത്തത് മൂലം സോഡിയത്തിന് പോസിറ്റീവ് ചാർജ്. എഗെയിൻ sp2 ഹൈബ്രിഡൈസേഷൻ, പക്ഷേ നെഗറ്റീവ് ചാർജ് ആണ് എന്ന് വെച്ചാലുള്ള അർത്ഥം ഇതൊരു കാർബോ ആനിയോൺ ആണ്, കാർബാനിയോൺ ആണ്. സോ കാർബാനിയോൺ എന്ന് വെച്ചാൽ കാർബണിന് എന്തുണ്ടാവും? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. കഴിഞ്ഞു. ഇനി അവിടെ ചെയ്തതുപോലെ സ്റ്റെബിലിറ്റി നിങ്ങളായിട്ട് കണ്ടുപിടിച്ചോളൂ. കൂടെ വരുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണോ, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണോ എന്ന് നോക്കിയിട്ട് മീഥൈൽ കാർബാനിയോൺ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഇത് നിങ്ങൾ തന്നെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം മൈൻഡിൽ വെക്കുക, കാർബാനിയോൺ എന്ന് വെച്ചാൽ കാർബണിലെ ഇലക്ട്രോൺ കൂടുതലായിട്ടുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇനി വീണ്ടും ഇലക്ട്രോൺ കൊടുത്താൽ അവർക്ക് സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക. കാർബോകാറ്റയോൺ പോലെയല്ല, ഇവിടെ നേരെ റിവേഴ്സ് ആണ്. അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അപ്പോൾ ഇലക്ട്രോൺ കിട്ടിയാലേ സ്റ്റേബിൾ ആവുകയുള്ളൂ. ഇവിടെ ഇലക്ട്രോൺ കറക്റ്റ് ആണ്, അപ്പൊ ഇനി ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നേരെ റിവേഴ്സ് ആയിട്ടാണ് വരിക. സോ അത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് നമ്മളുടെ ഹെറ്ററോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരാം. ഈ നെഗറ്റീവ് ചാർജ് ഇട്ടല്ലേ, നമ്മള് നെഗറ്റീവ് ചാർജ് ഇട്ടു. എത്ര ഇലക്ട്രോൺ മേടിച്ചപ്പോഴാണ് നെഗറ്റീവ് ചാർജ് ഇട്ടത്? ആ 2 ഇലക്ട്രോൺ, ആ ബോണ്ടിങ്ങിലുള്ള 2 ഇലക്ട്രോൺ മേടിച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഇടുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ 2 ഡോട്ട്സും ഇടാറുണ്ട്. അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ 2 ഡോട്ട് ഇട്ടാൽ 2 ഇലക്ട്രോൺ എന്നാണ് അർത്ഥം. ഓരോ ഡോട്ടും ഓരോ ഇലക്ട്രോൺ. നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഓരോ ഡോട്ടും ഓരോ ഇലക്ട്രോൺ ആണ്. സോ 2 ഡോട്ട് 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോന്ന് ഉപയോഗിക്കും. ഇനി നമുക്ക് ഹോമോലിറ്റിക് ഫിഷൻ നോക്കാം. ഹോമോലിറ്റിക് ഫിഷൻ നോക്കിയാൽ എന്തായിരിക്കും? ഹോമോ മീൻസ് സെയിം. ആ 2 ഇലക്ട്രോണും ഓരോ ആറ്റത്തിനും ഓരോന്ന് കിട്ടും. അതാണ് നമ്മളുടെ ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത്.
നിങ്ങൾ 10th സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. അവിടെയും ഇതേപോലെ ഒരു ഹോമോലിറ്റിക് ഫിഷൻ തന്നെയാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, CH3 നമ്മൾ എടുത്തോ. ഹോമോലിറ്റിക് ഫിഷൻ നടക്കാൻ നമുക്ക് സൺലൈറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. ഇവിടെ നോക്കിക്കോളൂ, രണ്ടും കാർബൺ ആണ്. സോ രണ്ടുപേർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈക്വൽ ആണ്. സോ ആർക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലില്ല, ആർക്കും കുറവില്ല. സോ എന്ത് സംഭവിക്കും? ഒരു അറ്റത്തിന് ഒരു ഇലക്ട്രോൺ, രണ്ടാമത്തെ അറ്റത്തിന് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ ആരോ മാർക്ക് ശ്രദ്ധിച്ചോളൂ, ഹാഫ് ഹെഡഡ് ആരോ മാർക്ക്. അവിടെയൊക്കെ ഫുൾ ഹെഡഡ് ഉപയോഗിച്ചു, ഇവിടെ ഹാഫ് ഹെഡഡ് ആരോ മാർക്ക്, അതും 2 ആരോ മാർക്ക്. അയാൾക്ക് ഒരെണ്ണം, ഇയാൾക്ക് ഒരെണ്ണം. സോ നമുക്ക് എന്ത് കിട്ടും? 2 CH3 കിട്ടും. കാരണം അവരിപ്പോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഓരോരുത്തർക്കും എന്ത് കിട്ടി? ഓരോരോ ഇലക്ട്രോൺ കിട്ടി. സോ 1 1 ഡോട്ട്. ഇങ്ങനെ സിംഗിൾ ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുന്ന സ്പീഷീസിന് പറയുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ എന്നാണ് ഇവർ അറിയപ്പെടുക. സോ മീഥൈൽ ഫ്രീ റാഡിക്കൽ ആൻഡ് അഗൈൻ മീഥൈൽ ഫ്രീ റാഡിക്കൽ. ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ ഫ്രീ റാഡിക്കൽസ് ആണ് നമുക്ക് കിട്ടുക എപ്പോൾ? ഹോമോലിറ്റിക് ഫിഷൻ നടന്നു കഴിഞ്ഞാൽ. സോ ഹോമോലിറ്റിക് ഫിഷൻ നടന്നാൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് കിട്ടും. ആൻഡ് അറിഞ്ഞു വെച്ചോളൂ, ഇവരും കാർബോ കാറ്റയോൺസിനെ പോലെയാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് കാർബോ കാറ്റയോൺ നമ്മൾ എങ്ങനെയാണ് സ്റ്റെബിലിറ്റിയോടെ പ്രെഡിക്റ്റ് ചെയ്യുക, അതേ മെത്തഡാണ് ഇവർക്കും നമ്മൾ ഫോളോ ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റെബിലിറ്റി ഒന്നുകൂടി കൂടും. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഒന്നുകൂടെ കുറയും. ആ ഒരൊറ്റ വ്യത്യാസം തന്നെയാണ്. ഇവിടെ ഒരൊറ്റ ഒരു ഇലക്ട്രോൺ, അവിടെ പോസിറ്റീവ് ചാർജ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സെയിം. സോ കാർബോ കാറ്റയോന്റെ അതേ ഓർഡർ നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. ബിറ്റ്വീൻ മീഥൈൽ ഫ്രീ റാഡിക്കൽ, പ്രൈമറി ഫ്രീ റാഡിക്കൽ, സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആൻഡ് ടെർഷ്യറി ഫ്രീ റാഡിക്കൽസ്. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നോക്കിക്കോളൂ, ഒരു ബോണ്ടിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്. ഇതറിഞ്ഞാൽ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. നോക്കിക്കോളൂ, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കാം, പക്ഷെ ഞാൻ ഇവിടെ എക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ വൈ എടുക്കാം. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നെന്ന് വിചാരിക്കുക. എത്ര ഇലക്ട്രോൺസ് വരുന്ന നോക്കിക്കുക. 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതൊരു ബോണ്ടായിട്ട് മാറും. നമ്മളിവിടെ കണ്ടു, ഒരു ബോണ്ട് ഒരാൾക്ക് പോയപ്പോൾ അതെന്തായിട്ട് മാറി? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ തിരിച്ചു വന്നാലോ ഒരു ബോണ്ടായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ അത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ടായിട്ട് മാറും. പക്ഷേ ഒരാൾ എന്ത് ചെയ്തു? ഇലക്ട്രോൺ കൊടുത്തു. ആരവിടെ കൊടുത്താൽ? എക്സ് എന്നാണ് പോയത്. അപ്പൊ കൊടുത്ത ആൾക്ക് പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഞാൻ ആരാ മേടിച്ചത്? വയ്യാണ് മേടിച്ചത്. മേടിച്ച ആൾക്ക് എന്ത് വരും? നെഗറ്റീവ് ചാർജ് വരും. ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞു വെക്കുക. നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറില്ല. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ, ഇതേ തന്നെ റിവേഴ്സ് ആയിട്ട് നോക്കാം. ഇതേ കോമ്പൗണ്ട്സ് അല്ല, ഞാൻ വേറെ കോമ്പൗണ്ട്സ് ആണ് എക്സ് വൈ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. ഒരു ബോണ്ട് ആരെടുത്തു? എക്സ് എടുത്തു. നമ്മൾ ഇവിടെ നോക്കിയതുപോലെ തന്നെയാണ്. അപ്പൊ ഡബിൾ ബോണ്ട് പോയിട്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ആൻഡ് ഇലക്ട്രോൺ പിടിച്ചു തരാണ് എക്സ്. അപ്പൊ എക്സിന് 2 ഡോട്ട് കിട്ടും, വൈക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. സർ നെഗറ്റീവ് ചാർജ് എന്നതിന് പറയാൻ ഞാൻ എന്തിട്ടു? 2 ഡോട്ട് ഇട്ടു എന്ന് മാത്രം, അത്രേ വ്യത്യാസമുള്ളൂ. ഇവിടെ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് ടോട്ടലായിട്ട് ബ്രേക്ക് ആയി. ഇവിടെ 2 ബോണ്ട് ഉള്ളതുകൊണ്ട് ഒരു ബോണ്ട് റിമൈനിങ് ഉണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. ഇനി അടുത്ത കോൺസെപ്റ്റ് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബോണ്ട് ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും. ഇങ്ങനെ മാറാനായിട്ട് സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ സെഡിന് ഇനീഷ്യൽ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ടെന്ന് വിചാരിക്കുക സെഡിന്. എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. എക്സിന് ഇപ്പൊ പോസിറ്റീവ് ചാർജ് വരും, കാരണം എക്സിന്റെ ഡബിൾ ബോണ്ട് എന്നുള്ളത് എന്തായി? സിംഗിൾ ബോണ്ടായി. വൈന്റെ പോസിറ്റീവ് ചാർജ് പോയി, കാരണം സിംഗിൾ ബോണ്ട് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ടായിട്ട് മാറി. സോ ഇങ്ങനെ 3 രീതിയിലാണ് ബോണ്ടിന്റെ ട്രാൻസ്ഫോർമേഷൻ. ഒരു ആറ്റത്തിലുള്ള 2 ഇലക്ട്രോൺ ഒരു ബോണ്ടായിട്ട് മാറാം. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ ഒരു ആറ്റത്തിലോട്ട് മാറാം. ഒരു ബോണ്ട് അതിന്റെ പൊസിഷൻ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറാം. ഇങ്ങനെ 3 രീതിയിലാണ് ആ ബോണ്ടിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫോർമേഷൻ വരിക. ഇതറിഞ്ഞാൽ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇനി ചില ടൈപ്പ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡക്റ്റീവ്, ഇലക്ട്രോമാഗ്നറ്റിക്, ഹൈപ്പർ കോൺജുഗേഷൻ, റെസൊണൻസ്. ഈ 4 ടൈപ്പ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ കൂടെ അറിയേണ്ട 2 ടേംസ് ആണ് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നവ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫൈൽ എന്ന് വെച്ചാലുള്ള മീനിങ് ലവിങ് എന്നാണ് അർത്ഥം. സോ ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ലവിങ്. ന്യൂക്ലിയസിൽ ആരാ കാണപ്പെടുക? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതിൽ പ്രോട്ടോൺസിന്
പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോൺസ് ചാർജ് ലെസ് ആണ്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെന്ന്. എങ്കിൽ ആ ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചാർജ് ആയിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. സോ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എന്ത് ചാർജ് ഉണ്ടാവണം? നെഗറ്റീവ് ചാർജ് ഉണ്ടാവണം. സോ നെഗറ്റീവ് ചാർജുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയോഫൈൽസ്. സോ അത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാമെന്ന് ചോദിച്ചാൽ ആ N തന്നെ ഓർത്തു വെച്ചുള്ളൂ. ന്യൂക്ലിയോഫൈൽസ് N എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ്. ഫോർ എക്സാമ്പിൾ Cn മൈനസ് സയനൈഡ് അയൺ, ഓക്കെ, Cl മൈനസ് ക്ലോറൈഡ് അയൺ, CH3 മൈനസ് കാർബാനിയോൺ, മീഥൈൽ കാർബാനിയോൺ. ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ളവരെല്ലാം ന്യൂക്ലിയോഫൈൽസ് ആണ്. തീർന്നില്ല, ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയോഫൈൽ എന്ന് പറയാം. പക്ഷെ ഏത് ഇലക്ട്രോൺ? അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഐ മീൻ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ന്യൂക്ലിയോഫൈൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ അമോണിയ. ആ അമോണിയയിൽ ആരുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. 2 ഇലക്ട്രോൺ കാണുന്നുണ്ടല്ലോ അല്ലെ? സോ ലോൺ പെയർ ഉണ്ട് എങ്കിൽ അമോണിയയും നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ന്യൂക്ലിയോഫൈൽ എന്ന് പറയാനായിട്ട് സാധിക്കും. എങ്കിൽ ഇലക്ട്രോഫൈൽ എന്തായിരിക്കും? ഇലക്ട്രോൺസിനെ ലവ് ചെയ്യുന്നവ, അതായത് ഇലക്ട്രോൺസിനോട് അഫെക്ഷൻ, അട്രാക്ഷൻ ഉള്ള ആളുകൾ. നമുക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ ആ ഇലക്ട്രോണിനോട് അട്രാക്ഷൻ ഉള്ള ആൾക്ക് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ഇതെങ്ങനെ പഠിച്ചു വെക്കാം? ഓൾറെഡി ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോഫൈൽ പോസിറ്റീവ് ചാർജ് തന്നെയാണെന്ന്. എങ്കിലും അതിനും നമുക്കൊരു വഴിയുണ്ട്, T ഫോർ പോസിറ്റീവ് ചാർജ്. അങ്ങനെയും നമുക്ക് ആലോചിച്ച് വെക്കാം. സോ ഇലക്ട്രോഫൈൽ, ഇലക്ട്രോഫൈൽസിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ നമുക്ക് കാർബോ കാറ്റയോൺസ് എടുത്ത് നോക്കാം. CH3+, മീഥൈൽ കാർബോ കാറ്റയോൺ, NO2+, then Na+. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പോസിറ്റീവ് ചാർജ് ഉണ്ട് ബിക്കോസ് ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. എങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇലക്ട്രോഫൈൽസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഈ 2 ടേംസ് കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്കിനി ഇൻഡക്റ്റീവ് എഫക്ട് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മോളിക്യൂൾ എടുക്കുവാനായിട്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്യൂട്ടൈൽ ക്ലോറൈഡ് എടുക്കാം, അതായത് ക്ലോറോബ്യൂട്ടൈൻ. ക്ലോറോബ്യൂട്ടൈന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, Cl. സോ ക്ലോറോബ്യൂട്ടൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം ക്ലോറിനും കാർബണും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു, ആണല്ലോ അല്ലെ? ഇതിൽ കാർബോ കാറ്റയോൺ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ആ കാർബണും ക്ലോറിനും ഏറ്റവും അവസാനമുള്ള 4ാമത്തെ കാർബണും, ആ ഫസ്റ്റ് കാർബണും അതിന്റെ കൂടെയുള്ള ക്ലോറിനും, അവർ രണ്ടുപേർക്കും ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിഗ്മ ബോണ്ടാണ്, ആണല്ലോ അല്ലെ? സോ അതൊരു കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടിൽ തന്നെ ഏത് ബോണ്ടാണത്? സിഗ്മ ബോണ്ട് ആയിട്ടാണ് അവിടെ പ്രസന്റ് ആയി കാണുന്നത്. ഇത്തരം സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. 2 ആറ്റവും ഓരോരോ ഇലക്ട്രോൺ ഷെയർ ചെയ്തത് മൂലം. സോ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ്. ആ 2 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തത് ആരായിരുന്നു? ഈ കാർബണും. ഇനിയൊരു ഇലക്ട്രോൺ ഷെയർ ചെയ്തത് ആരായിരുന്നു? ആ ക്ലോറിനും ആണ്. എങ്കിൽ ആ 2 ഇലക്ട്രോണും ആ 2 ആറ്റത്തിനും ഈക്വൽ ആണ്. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെയാണ് കോവലന്റ് ബോണ്ട് പഠിച്ചിരിക്കുന്നത്. ആ 2 ഇലക്ട്രോണും കാർബണിനും ഈക്വൽ ആണ്, ക്ലോറിനും ഈക്വൽ ആണ്. പക്ഷേ ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണേക്കാളും കൂടുതലായതുകൊണ്ട് ക്ലോറിൻ ആ ഇലക്ട്രോൺസിനെ തന്റെ ഭാഗത്തേക്കായിട്ട് ഒന്ന് വലിച്ചു നിർത്തും. അതായത് ആ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഈ 2 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ 2 ആറ്റത്തിന്റെയും സെന്ററിലായിരുന്നു. അതായത് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഷെയർഡ് ആയിരുന്നു. പക്ഷെ ക്ലോറിൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ക്ലോറിന്റെ ഭാഗത്തേക്ക് ഒന്ന് അട്രാക്ട് ചെയ്യുകയാണ്. അതിനുള്ള റീസൺ ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് കമ്പയറിംഗ് ടു കാർബൺ. സോ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ 2 ഇലക്ട്രോൺസ് ക്ലോറിന് കൂടുതലായിട്ടുണ്ട്, കാർബന് കുറവായിട്ടുണ്ട്. ആ ഒരു രീതിയിലോട്ടാണ് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് മാറാൻ പോകുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ വരയ്ക്കാറില്ല, ആണല്ലോ അല്ലെ? സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നാണ്. ഇതേ കോൺസെപ്റ്റ് വരുന്നത് പോലെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആ എഴുതിയത് ഡെൽറ്റ നെഗറ്റീവ് ചാർജ്, ഡെൽറ്റ പോസിറ്റീവ് ചാർജ് എന്നാണ് വായിക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് പാർഷ്യൽ എന്നാണ് അർത്ഥം. വിച്ച് മീൻസ് ക്ലോറിന് പാർഷ്യൽ ആയിട്ടൊരു നെഗറ്റീവ് ചാർജ് കിട്ടി, കാർബണിന് പാർഷ്യൽ ആയിട്ടൊരു പോസിറ്റീവ് ചാർജ് കിട്ടി.
നമ്മൾ ആ കാർബോ കാറ്റയൻ ഫോം ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ ആ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് 2 ഇലക്ട്രോണും ക്ലോറിനും മുഴുവനായിട്ടും കിട്ടി. അതുകൊണ്ട് അവിടെ നമ്മൾ ക്ലോറിന് നെഗറ്റീവ് ചാർജ് കൊടുത്തു. കാർബണിൽ നിന്നും 2 ഇലക്ട്രോണും കംപ്ലീറ്റ് ആയിട്ട് പോയി. അതുകൊണ്ട് കാർബണിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. ആ ഷെയ്ഡ് ചെയ്ത ഇലക്ട്രോൺ രണ്ടുപേർക്കും ഈക്വൽ ആയിരുന്നു. അത് ക്ലോറിൻ തന്റെ ഭാഗത്തേക്ക് ഒന്നുകൂടെ അട്രാക്ട് ചെയ്ത് നിർത്തിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് മുഴുവനായും എടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മളവിടെ പാർഷ്യൽ എന്ന ഒരു ടേം ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ക്ലോറിന് പാർഷ്യൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജും കിട്ടി, കാർബണിന് പാർഷ്യൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും കിട്ടി. ഇനി നോക്കിക്കോളൂ, ഇത്രയും നേരം ഈ കാർബണും ഇടയിലുള്ള ബോണ്ട് രണ്ടുപേർക്കും ഈക്വൽ ആയിരുന്നു. കാരണം കാർബണിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണ്, രണ്ടും കാർബൺ തന്നെയാണല്ലോ. പക്ഷെ ഇപ്പോൾ ഈ ഒരു കാർബൺ ഒരു പാർഷ്യൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് പറഞ്ഞാലുള്ള അർത്ഥം ആ കാർബണിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒന്ന് കുറഞ്ഞു. ഒക്ടറ്റ് വേണം അല്ലെ സ്റ്റേബിൾ ആവാൻ, അതിൽ നിന്നും ഇലക്ട്രോൺ ഡെൻസിറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ആയി. എങ്കിൽ ആ കാർബണിന് ഇനി എന്ത് വേണം? ഇലക്ട്രോൺസിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺസിന്റെ ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് ആ കാർബൺ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഈ ഒരു ഇലക്ട്രോൺസിന്, ഇവർ രണ്ടുപേർക്കും ഇടയിലുള്ള ഈ ഒരു 2 ഇലക്ട്രോൺസിനെ അയാളുടെ അടുത്തേക്ക് ഒന്ന് അട്രാക്ട് ചെയ്ത് നിർത്തും. സോ അതുമൂലം ഈ സെക്കൻഡ് കാർബണിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 2 ഡെൽറ്റ ഇട്ടിട്ടാണ് പോസിറ്റീവ് ചാർജ് റെപ്രസെന്റ് ചെയ്യുക. 2 ഡെൽറ്റ വന്നാൽ ചാർജ് ഒരുപാട് കൂടി എന്നല്ല അർത്ഥം, അതിനേക്കാളും കുറവാണെന്നാണ് അർത്ഥം. അതായത് ഈ കാർബണിന് എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അതിനേക്കാളും പോസിറ്റീവ് ചാർജ് കുറവാണ് ആർക്കുള്ളത്? ഈ ഒരു കാർബൺ ഉള്ളത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി നല്ലവണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഇലക്ട്രോൺ നന്നായിട്ടൊന്ന് അട്രാക്ട് ചെയ്ത് നിർത്തി. പക്ഷെ കാർബണിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഒന്നും കൂടുതലില്ല. ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചത്? ആ കാർബണിന് കുറച്ച് ഇലക്ട്രോൺ കുറഞ്ഞു പോയി. അതുകൊണ്ട് അതിനൊന്ന് കമ്പൻസേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഇവിടെയുള്ള ഇലക്ട്രോണിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അട്രാക്ട് ചെയ്തേ ഉള്ളൂ. അതുമൂലം ഈ അഡ്ജസന്റ് ആയിട്ടുള്ള കാർബണിന് എന്ത് കിട്ടി? കുറച്ചൊരു പോസിറ്റീവ് ചാർജ് കിട്ടിയെന്ന് മാത്രം. ഇനി അയാൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള കാർബണിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ തൊട്ടടുത്തുള്ള കാർബണും ഇതേപോലെ പാർഷ്യലായിട്ട് പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ബട്ട് കമ്പയറിംഗ് ടു ദി സെക്കൻഡ് കാർബൺ, ആ തേർഡ് കാർബണിൽ ഫോം ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഒന്നുകൂടി കുറവായിരിക്കും. വിച്ച് മീൻസ് നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ദ സെയിം മാനർ ഇവിടേക്കും എന്തുണ്ടാവാം? പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യാം. ബട്ട് നമ്മൾ പറയുമ്പോൾ അപ് ടു 3 കാർബൺ, ഒരു 3 കാർബൺ ആറ്റംസ് വരെ ഈ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു ചാർജ് ആക്ച്വലി ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം ചെറിയൊരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഇയാൾക്ക് ഫോം ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് വീണ്ടും കാർബൺസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഫോം ചെയ്യുക. സോ നമ്മൾ പറയുമ്പോൾ ഒരു അപ് ടു 3 കാർബൺസ്, ഒരു 3 കാർബണിന്റെ അത്രയ്ക്ക് ആ ഒരു പോസിറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. ഇതിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതായത് ഒരു ബോണ്ട് പോളറൈസേഷൻ സംഭവിച്ചു. പോളറൈസേഷൻ ആണ് നമുക്കറിയാം, ചാർജ് സെപ്പറേഷൻ സംഭവിച്ചു. ഒരാൾക്ക് നെഗറ്റീവും ഒരാൾക്ക് പോസിറ്റീവും, കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും പാർഷ്യൽ ആയിട്ടെങ്കിലും ഫോം ചെയ്തല്ലോ. സോ ഒരു ബോണ്ടിന് പോളറൈസേഷൻ സംഭവിച്ചു. എങ്ങനത്തെ ബോണ്ടിന്? ഒരു കോവാലന്റ് ആയിട്ടുള്ള സിഗ്മ ബോണ്ടിന് എന്ത് സംഭവിച്ചു? പോളറൈസേഷൻ സംഭവിച്ചു. ആ പോളറൈസേഷൻ മൂലം അതിന്റെ തൊട്ട് അഡ്ജസന്റ് ഉള്ള ബോണ്ടിനും എന്ത് സംഭവിച്ചു? പോളറൈസേഷൻ സംഭവിച്ചു. സോ ഈ ഒരു പോളറൈസേഷൻ മൂലം ഈ ഒരു ബോണ്ടിനും എന്ത് സംഭവിച്ചു? പോളറൈസേഷൻ അല്ലെങ്കിൽ ചാർജ് സെപ്പറേഷൻ സംഭവിച്ചു. ഇതിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇനി ഇത് ഉണ്ടാവാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാൽ, ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ്. ആ 2 പേരിനും ഇടയിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. ഇനി ഇൻഡക്റ്റീവ് എഫക്റ്റിന് 2 ടൈപ്പ് നമുക്കുണ്ട്. പ്ലസ് ഐ എഫക്റ്റ്, അതായത് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്. മൈനസ് ഐ എഫക്റ്റ്, അതായത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്. അതിൽ ഈ ഒരു കാറ്റഗറി വരുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ നെഗറ്റീവ് ഐ എഫക്റ്റ് ആണ്, അതായത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ടെന്ന്. അതിൽ ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്ന ആള് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ടാണ് ക്ലോറിൻ കാർബണിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്തത്? വിത്ത്ഡ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് വരുമ്പോൾ നമ്മൾ അവിടെ പറയുന്ന പേര് മൈനസ് ഐ എഫക്റ്റ് എന്നാണ് പറയാ. ഇനി അതേ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് വന്നാൽ നമ്മൾ അവിടെ പറയുന്നത് പോസിറ്റീവ് ഐ എഫക്റ്റ് എന്നാണ് പറയുക. അവിടെ വരുമ്പോൾ നേരെ റിവേഴ്സ് ആയിട്ട് മാറും. എങ്ങനെ? ആ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ആരാണോ അയാൾക്ക് പാർഷ്യൽ ആയിട്ട് പോസിറ്റീവ് ചാർജ് കിട്ടും. പിന്നെ ഈ കാർബണിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ വീണ്ടും പാർഷ്യൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ്. സോ അതാ അങ്ങനെ ഇങ്ങോട്ടേക്ക് പോകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3 CH2 Z ഫോർ എക്സാമ്പിൾ എടുത്തു. Z എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. Z എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസിനെ ആരാണ് അട്രാക്ട് ചെയ്യുക? ഈ കാർബൺ ആയിരിക്കും അട്രാക്ട് ചെയ്യുക. കാരണം കാർബണേക്കാളും ആ സെഡിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്, അല്ലെങ്കിൽ സെഡിനേക്കാളും കാർബൺ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്?
കൂടുതലാണ്. സോ ഈ ഒരു ബോണ്ട് അട്രാക്ട് ചെയ്യുന്നത് മൂലം കാർബണിനാണ് അവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുക, ആ ആൾക്ക് അവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ആൻഡ് ഇപ്പോൾ ഈ കാർബണിന് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായി, അതുകൊണ്ട് ആ ഇലക്ട്രോണിനെ ആര് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും? തൊട്ട് അഡ്ജസെന്റിലുള്ള കാർബൺ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഇയാൾ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് അങ്ങനെയും എടുക്കാം. സോ ഇവിടെ അതിനേക്കാളും കുറവായിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തു. ആൻഡ് ഇതിന് പറയുന്ന പേരാണ് പ്ലസ് ഐ എഫക്റ്റ്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. സോ ഇതാണ് ഈ രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അതിന്റെ ഡെഫിനിഷൻ, ഡ്യൂ ടു ദി പോളറൈസേഷൻ ഓഫ് എ സിഗ്മ ബോണ്ട് adjacent bonds are also polarized and due to the difference in the electronegativity values of the concerned atoms. അതെന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് അറിഞ്ഞു വെക്കുക. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആരൊക്കെയാണ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആരൊക്കെയാണെന്നും കൂടി അറിഞ്ഞു വെക്കുക. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊന്ന് റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇനി നമുക്ക് റെസണൻസ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം.